തോരാമഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കോഴിക്കോട് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ പ്രളയഭീതിയിലാണ്. ചാലിയാറും പുല്ലൂർ പുഴയും കരകവിഞ്ഞതോടെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഞൊടിയിടയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ പലർക്കും വീടുകളിൽ നിന്ന് വീട്ടുപകരണങ്ങൾ മാറ്റാൻ പോലുമായില്ല. പെരുവയിൽ നിന്നും MS സനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മഴക്കെടുതികൾക്ക് മാറ്റമില്ലാതെ തുടരുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ പലയിടത്തും വെള്ളം കയറിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും നഗരത്തോട് ചേർന്ന സമീപത്തുള്ള പഞ്ചായത്തുകൾ, പെരുവയിൽ പോലുള്ള ഇടങ്ങളിൽ വലിയ വെള്ളക്കെടുതി അല്ലെങ്കിൽ ജലക്കെടുതി അനുഭവിക്കുന്ന സാഹചര്യം. പ്രത്യേകിച്ചും ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ മഴ ശക്തമായതിനെ തുടർന്ന് മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും അവിടെ നിന്നുള്ള വെള്ളം താഴേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്ന സാഹചര്യം. ചാലിയാർ പുഴയിലെ ജലനിരപ്പ് ഓരോ നിമിഷവും കൂടി വരുന്ന സാഹചര്യം. അതുകൊണ്ട് താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിന്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്നു. പല വീടുകളുടെയും ഏതാണ്ട് താഴ്ന്ന നില പൂർണ്ണമായും വെള്ളത്തിന് അടിയിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കൊപ്പം ഇപ്പോൾ ഈ നാട്ടുകാരൻ തന്നെ വരുന്നുണ്ട്. ചേട്ടാ, ഏതാ വീട്? ഏതാ എങ്ങനെയുണ്ട് വെള്ളം? എങ്ങനെ എപ്പോ മുതലേ ഇതുപോലെ കയറി തുടങ്ങി? ഇത് ഇന്നലെ 3 മണിയാണ് എന്റെ വീട്ടിൽ മുറ്റത്തെത്തി. പക്ഷെ 5:30 മണിയാകുമ്പോത്തിന് വൈകുന്നേരം 5:30 മണിയാകുമ്പോത്തിന് താഴ്ന്ന് അവിടെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്നാണ് ഇത്ര സ്പീഡിൽ വെള്ളം. കുറെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇത്ര പെട്ടെന്ന് വെള്ളം കയറുന്നത്. നമ്മളിപ്പോ ഇവിടെ 48 വയസ്സായി എനിക്ക്. എന്റെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് വെള്ളം വരുന്നത് തന്നെയാണ്. 2 കൊല്ലം 3 കൊല്ലം കൂടുമ്പോഴൊക്കെ നമ്മളെ കുട്ടിക്കാലം മുതലേ വെള്ളം കയറുന്നത്. പക്ഷെ ഇത്രയും സ്പീഡിൽ വെള്ളം കയറി ഈ വർഷമാണ്. 2018 ഈ വേഗത ഇല്ലായിരുന്നു. ഈ വേഗത ഇല്ല, ഇനി ഇല്ല. എത്ര വലിയ വേഗതയിലല്ല വന്നത്, വളരെ സ്പീഡ് കുറച്ചിട്ടാണ് വെള്ളം വന്ന്. ആ വെള്ളം തന്നെ ഒരാവശ്യം കയറിയിട്ട് താന്ന് നിന്ന് അവിടെ നിന്നോടുന്ന് പിന്നെ രണ്ടാമത് പൊന്തി വന്നതാണ്. ഇത് പെട്ടെന്നാണ് ഇത്രയും വെള്ളം സ്പീഡിൽ വന്നത്. അപ്പം ഇത് വലിയൊരു ബുദ്ധിമുട്ടായി പോയി. ഒന്ന് എടുത്തേക്കാൻ കഴിയാതെയൊക്കെയാണ് ചിലവർ പോയത്. രാത്രിയായാലും കൊണ്ട് ഈ വീട്ടുകാരൊക്കെ പോയ രാത്രിയാണ്. അവരുടെ സാധനങ്ങളൊക്കെ കുറേയൊക്കെ നനഞ്ഞു പോയി. പിന്നെ ഞങ്ങൾ വന്നിട്ടാണ് ബാക്കിയൊക്കെ എടുത്തത്. അപ്പം എന്താ വെച്ചാൽ മഴ എപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇപ്പോഴാണ് കയറി. ഇന്ന് രാവിലെയാണ് കയറി. അപ്പോൾ ഞങ്ങൾ ഇനി സമയമുണ്ട് എടുത്തു വെക്കാൻ. പിന്നെ അപ്ഷേറൊക്കെ ഉള്ളത് കൊണ്ട് പ്രശ്നമല്ല, എടുത്തു വെക്കാൻ ബുദ്ധിമുട്ടില്ല. കുടുംബം കുട്ടികളൊക്കെ അപ്ഷേറിലാവുള്ളെന്ന് തോന്നുന്നു. കുട്ടികളും ഭാര്യയും കുട്ടികളൊക്കെ അപ്ഷേറിലാണുള്ളത്. ഒരാൾ കയറിക്കാണ്. ഇനി വെള്ളം ഇനി ഒന്നുകൂടി കൂടുകയാണെങ്കിൽ നമ്മളെ വീടിന്റെ വഴി കൂടെ ഒരു അരക്കിയ വെള്ളത്തിൽ കൂടെ കയറിയിട്ട് പോയി അങ്ങോട്ട് വെള്ളം കുറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിലങ്ങൾ കയറി നമ്മൾ അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോകും. ഇവിടുന്നൊക്കെ ആളുകളെ ഇന്നലെ തന്നെ മാറ്റി. അവരൊക്കെ ഇന്നലെ രാത്രി തന്നെ പോയി. ഇതിപ്പോ പുറത്ത് കിഴക്കൻ മേഖല മഴ പെയ്തപ്പോഴും ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വരുമെന്ന് നിങ്ങൾ കണക്കാക്കിയില്ലായിരിക്കും. അല്ല, അത്ര സ്പീഡിൽ വരുന്നുള്ളത് മനസ്സിലാക്കിയില്ല. വെള്ളപ്പൊക്കം വരുന്നുള്ളത് അറിയെങ്കിലും ഇത്ര സ്പീഡിൽ വരുന്നുള്ളത് മനസ്സിലാക്കിയില്ല. തീർച്ചയായും അത് തന്നെയാണ്. കാരണം 2018 അടക്കം വലിയ വെള്ളക്കെട്ടുണ്ടായ സ്ഥലങ്ങളാണ്. പക്ഷേ ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്ര വേഗത്തിൽ ഇവിടേക്ക് വെള്ളം എത്തും എന്നൊരു പ്രതീക്ഷ നാട്ടുകാർക്കും ഉണ്ടായില്ല. നമുക്കറിയാം, ഇന്നലെ ഈങ്ങാപ്പുഴ താമരശ്ശേരി മേഖലയിലേക്ക് അടക്കം വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങുമ്പോഴാണ് ഈ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തുന്നത്. ഒരു വശത്ത് ചാലിയാർ പുഴ കര കവിഞ്ഞൊഴുകി അതുമൂലം ഒരു പ്രളയ ഭീതി ഉണ്ടാവുന്നു. മറുവശത്ത് ഈ കക്കയം അണക്കെട്ടിലെ ജലനിരപ്പ് ഓരോ നിമിഷവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും അണക്കെട്ട് തുറന്നു വിടുമ്പോൾ അവിടെ നിന്നുള്ള വെള്ളം പൂനൂർ പുഴയിലേക്ക് എത്തും. അതുകൊണ്ട് പൂനൂർ പുഴയുടെ ഒഴുകുന്ന ഇടങ്ങളിൽ, പ്രത്യേകിച്ചും നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ, പറമ്പിൽ ബസാർ പോലെ അല്ലെങ്കിൽ പാലാഴി പോലുള്ള ഇടങ്ങളിലൊക്കെ ഒരു വലിയ വെള്ളക്കെട്ട് രൂപം കൊള്ളുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഒപ്പം വിലങ്ങാട് പോലെയുള്ള പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ ഇന്നലെ വലിയ മലവെള്ളപ്പാച്ചിൽ തന്നെ ഉണ്ടായിരുന്നു. വിലങ്ങാട് ടൗണിലെ പാലങ്ങൾ 2 കവിഞ്ഞു വെള്ളം ഒഴുകുന്ന സാഹചര്യം. വെള്ളത്തിൽ ചെളിയും മണ്ണുമൊക്കെ കലർന്നു ഒഴുകുമ്പോൾ കാട്ടിനുള്ളിൽ ഉരുൾപൊട്ടിയിരിക്കാമെന്ന സാധ്യതകൾ തന്നെയാണ് ആളുകൾ പറഞ്ഞിരുന്നത്. ഒപ്പം ഇന്നലെ വെള്ളക്കെട്ടിൽ വീണ് ഒരു 2 വയസ്സുള്ള കുട്ടി മരിക്കുകയും ചെയ്തത് ദാരുണ സംഭവമായി തുടരുന്നു. അതുകൊണ്ട് കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് ഈ മദ്രസ പഠനവും ഒപ്പം സൺഡേ സ്കൂളുകളടക്കം ഒരു തരത്തിലുമുള്ള ക്ലാസുകൾ ഉണ്ടാവരുതെന്ന് കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. 28-ാം മൈൽ മുതൽ തലയാട് വരെ മലയോര ഹൈവേയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം താമരശ്ശേരി ചുരത്തിലൂടെയുള്ള ഗതാഗതത്തിന് കർശന നിയന്ത്രണമുണ്ട്. കാരണം ഈ മണ്ണും മറ്റുമൊക്കെ മരങ്ങളുമൊക്കെ വഴിയിലേക്ക് വീഴാനുള്ള ഒരു സാധ്യതകൾ ഉള്ള സാഹചര്യത്തിലാണ് അങ്ങനെ ചെയ്തത്. എന്തായാലും നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന തന്നെ പെരുവൽ പഞ്ചായത്തിലെ വീടാണ്. ഈ വീടിന്റെ താഴത്തെ നില ഏതാണ്ട് പൂർണ്ണമായി വെള്ളത്തിനടിയിൽ ആയി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം സമീപത്തുള്ള കിണറിന്റെ പകുതിയോളം കിണർ കവിഞ്ഞ ശേഷം കപ്പയും കയറുമൊക്കെ ഉള്ള ഇടത്തിന്റെ അത്രത്തോളം വെള്ളം കയറി കഴിഞ്ഞിരിക്കുന്നു. അതിന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്കും വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യമുണ്ട്. നമുക്കിപ്പം ഇവിടുത്തെ ആളുകളിലേക്ക് തന്നെ പോകാം. ഇത് എപ്പോഴാണ് ഈ വെള്ളത്തിന്റെ ഒരു വരവ് വന്നു തുടങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഇത് എപ്പോൾ മുതലാണ് ഈ വെള്ളം ഇതുപോലെ ഇങ്ങനെ കയറി തുടങ്ങിയത്? ഇത് ഇന്നലെ വൈകുന്നേരം മുതലേ നല്ല ശക്തിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴേക്കും ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും വീടുകളിൽ കയറി തുടങ്ങി.
ഇത് പെട്ടെന്നാണ് നിറഞ്ഞതല്ലേ ഈ ആ തലയൊക്കെ? പെട്ടെന്നാ പറഞ്ഞത്. അതുവരെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. വയലിങ്ങനെ നിറഞ്ഞിട്ടേ ഉള്ളായിരുന്നു. വയലിലും അതിന് മാത്രം വെള്ളമില്ലായിരുന്നു. പിന്നെ ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ് വയൽ നിറഞ്ഞ് പിന്നെ വീടുകളിലേക്ക് കയറാൻ തുടങ്ങി. നിങ്ങളൊക്കെ വീടുകളിൽ നിന്ന് മാറിയോ അപ്പം? ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ വീട് കയറി തുടങ്ങി. വീടിനകത്ത് വെള്ളം ഉണ്ടോ ഇപ്പം? വീടിനകത്ത് അരക്കി വെള്ളം ഉണ്ടാവും. സാധന സാമഗ്രികളൊക്കെ അപ്പം മാറ്റി അത് മേളിലേക്ക് കംപ്ലീറ്റ് എടുത്ത് മാറ്റി. പിന്നെ പിള്ളേരും ഒക്കെ ഉണ്ട്, അപ്പൊ അവരെ നോക്കണം വെള്ളത്തിൽ ഇറങ്ങണ്ടോന്ന്. ആ കൂട്ടത്തിൽ പേർക്കൊരു ചിലർക്കൊന്നും എടുക്കാൻ പറ്റി പോലും ഇല്ലെന്ന് തോന്നല്ലേ? ഇല്ല, പെട്ടെന്നാണ്. അതുവരെ വലിയ സ്പീഡൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഏകദേശം ഞങ്ങൾക്ക് കുറച്ച് സമയം കിട്ടാറുണ്ട് വെള്ളത്തിൽ ഇങ്ങനെ എടുത്തു വെക്കാനൊക്കെ. ഇപ്രാവശ്യം അത്രയും സമയം കിട്ടിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും അപ്രതീക്ഷിതമായിട്ടാണ് ഈ 2018 വെള്ളം കയറിയ ഇടങ്ങളാണ്. കുട്ടികളൊക്കെ വലിയ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ്. കാരണം കൗതുകം കൊണ്ട് സമയത്തുള്ള വെള്ളക്കെട്ടിലും മറ്റുമൊക്കെ കളിക്കാനിറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും ജലനിരപ്പ് ഓരോ മിനിറ്റ് കഴിയുമ്പോഴും വർദ്ധിക്കുകയാണ്. ഒരു തരി പോലും ഇവിടുന്നും ഇറങ്ങുന്നില്ല. പ്രത്യേകിച്ചും മഴ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഈ മേഖലകളിൽ വിട്ടു നിൽക്കുന്നുവെങ്കിൽ പോലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് അല്ലെങ്കിൽ മലയോര മേഖലകളിൽ നിന്നുള്ള വെള്ളത്തിന്റെ വരവ് വലിയ തോതിൽ ഉണ്ട്. പലർക്കും വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല വീടുകളിൽ നിന്നും ആളുകൾക്ക് പെട്ടെന്ന് മാറാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അവരുടെ സാധന സാമഗ്രികളോ മറ്റ് വീട്ടുപകരണങ്ങളോ എന്നും കൃത്യമായി സമയബന്ധിതമായി മാറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. മഴ കനക്കുന്നുവെങ്കിലും ഇത്ര വേഗത്തിൽ വെള്ളം ഇവിടങ്ങളിൽ എത്തുകയും വീടുകൾ മുക്കുമെന്നും പലരും കരുതിയിരുന്നുമില്ല. കോഴിക്കോട് മൂഴിക്കൽ ആനക്കാമ്പോയിൽ റോഡിൽ വെള്ളക്കെട്ടിൽപ്പെട്ട രോഗബാധിതരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി അഗ്നിശമന രക്ഷാസേന. താഴത്തെപ്പടി എന്ന സ്ഥലത്ത് ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കായിരുന്ന അൻവറിനെയും ഭാര്യയുമാണ് അഗ്നിശമന രക്ഷാസേന എത്തി മാറ്റിയത്. അൻവറിന്റെ ഭാര്യയ്ക്കും ശാരീരിക അസ്വസ്ഥതകളുണ്ട്. അഗ്നിശമന രക്ഷാ ഉദ്യോഗസ്ഥർ സ്ട്രക്ചർ എത്തിച്ചാണ് ഇവരെ ഏകദേശം 500 മീറ്റർ അപ്പുറത്തുള്ള ബന്ധുവീട്ടിലേക്ക് സുരക്ഷിതമായി മാറ്റിയത്. മെല്ലെ പോന്നാ കോഴിക്കോട്ട് കുറ്റക്കാട്ടൂർ കണിയാത്തുപാലത്ത് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ തോട്ടിലേക്ക് വീണു. പാലത്തിനോട് ചേർന്ന മരക്കൊമ്പിൽ പിടിച്ച് ഡ്രൈവർ ജോഷി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. നാട്ടുകാരുടെ സഹായത്തോടെ ഓട്ടോറിക്ഷ പുറത്തെടുത്തു. വയനാട് ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതിതീവ്ര മഴയെ തുടർന്ന് മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതകൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ജില്ലാ ഭരണകൂടം കർശന മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുള്ളത്. താമരശ്ശേരി ചുരം ഉൾപ്പെടെയുള്ള പ്രധാന ചുരങ്ങളിലും മലയോര പാതകളിലും രാത്രികാല യാത്രാ നിരോധനവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പൂർണ്ണ വിലക്കും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കണ്ണൂർ മാങ്ങാട്ടിടം കൈതേരിയിടത്തിൽ യുവാവിനെ തോട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. കലാശപ്പറമ്പത്ത് എൻ രാരിഷാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി കാണാതായതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ വീടിനടുത്തുള്ള തോട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഡ്രൈവറായ രാരീഷ് വെള്ളിയാഴ്ച രാത്രി കൈതേരിയിടത്തിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നതിന് നാട്ടുകാർ കണ്ടിരുന്നു. കണ്ണൂർ ജില്ലയിൽ ഇടവിട്ട് മഴയുണ്ട്. ജില്ലയിൽ ഒഴുക്കിൽപ്പെട്ട മറ്റൊരാൾക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. പയ്യന്നൂരിൽ വീട് തകർന്ന് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. കേളോത്തു ചിറക്കിണിയിൽ ഗോപിയുടെ വീടാണ് ഇന്നലെ രാത്രി പെയ്ത മഴയിൽ പൂർണ്ണമായും തകർന്നത്. ഗോപിയുടെ സഹോദരി ഇന്ദുവിനാണ് പരിക്കേറ്റത്. മാടായിയിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് 7 വയസ്സുകാരന് പരിക്കേറ്റു. കുളവയൽ റോഡിലെ പാർത്ഥിബിനാണ് പരിക്ക്. ശ്രീകണ്ഠാപുരത്ത് കോഴിച്ചാൽ, പുളിങ്കോം, ചെറുപുഴ എന്നിവിടങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായി. ചെങ്ങളായി വില്ലേജിൽ 27 പേരെ മാറ്റിപ്പാർപ്പിച്ചു. പട്ടാന്നൂർ വില്ലേജിൽ ആയിപ്പുഴ, നായിക്കാലി, പാണാലാട് പ്രദേശങ്ങളിൽ പുഴ കരകവിഞ്ഞ് നിരവധി വീടുകളിൽ വെള്ളം കയറി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.